കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്ര അറിയാം? 30,000. അതെന്തുകൊണ്ട്? അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാ വന്നിരിക്കുന്നത്? അതിൽ പകുതിയും വന്നിരിക്കുന്നത് 40 ലക്ഷം എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ട അതിന്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട്. അത് വന്ന ചിലപ്പോൾ ബിസിനസിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ എടുക്കാതെ വെച്ച ആളുകളുണ്ടാവും. 50 ലക്ഷമായിട്ടും 60 ലക്ഷമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാജ്യത്തെ GDP-യിലേക്കുള്ള സംഭാവന വർദ്ധിച്ചിട്ടില്ല. 2 GST രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടില്ല. ഇനി സർക്കാരിന്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് 1/1/2022 മുതൽ 1/2/2025 വരെ 64,528 ഈ MSME-കൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. മീഡിയം, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 64,528. സ്വിഫ്റ്റിന്റെ കണക്കാണ്. ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിന്റെ കണക്ക് അത്രയുള്ളൂ. ഇനി അത് തന്നെ എങ്ങനെ വന്നു? അത് തന്നെ എങ്ങനെ വന്നത്? 2021 ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെന്റ്. എന്താ മാറ്റം വരുത്തിയത്? MSME-യുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി MSME എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? 2021 വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു. 2021 MSME-യുടെ നിർവചനം മാറ്റി. എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി MSME-യിൽ വരുമെന്നാണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 2021-22 വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ 2022-23 മുതൽ MSME-കളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി MSME-യിൽ വന്നപ്പോഴാണ് ഈ 64,000 പോലും സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി 20, 30, 40, 50 വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ MSME-ആയി മാറി. അങ്ങനെ ഈ 64,000 തന്നെ വന്നത്. അപ്പോഴും 3 ലക്ഷം ആരും പറയുന്നില്ല. ഇനി സംസ്ഥാനത്തിന്റെ പൊതുവെ ഇത് പറയാം, സ്റ്റാർട്ടപ്പ്. അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം.